ഈ നെൽകൃഷിയെക്കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കുകയായിരുന്നു. അപ്പോൾ അതിനിടയിൽ കുട്ടികൾക്ക് കുറച്ച് സംശയങ്ങൾ, അതായത് സംശയം എപ്പോഴും ഉണ്ടാവും. ഈ ചെളിയിൽ വിത്തിട്ടാൽ ചീഞ്ഞു പോകില്ലേ, ഞാറെങ്ങനെ നേരെ നിൽക്കും, നെല്ലെങ്ങനെ അരിയാകും എന്നതൊക്കെയായിരുന്നു സംശയം. നല്ല സംശയങ്ങളാ. ഈ ഒടുവിൽ ഈ കുട്ടികളുടെ സംശയങ്ങൾ തീർക്കാൻ കുരുന്നുകൾക്കായി ഒരു നെൽകൃഷി അങ്ങിറക്കി. വിളവെടുപ്പാണെങ്കിലോ ഒരു നാടിന്റെ ഉത്സവമായി അങ്ങ് മാറി. ഇടുക്കി ഇടഞ്ഞമല സർക്കാർ LP സ്കൂളിലെ കുട്ടിക്കർഷകരുടെ നെൽകൃഷി വിളവെടുപ്പൊന്ന് കാണാം. കാലാവസ്ഥാ വ്യതിയാനവും വർദ്ധിച്ചു വരുന്ന ഉൽപാദന ചെലവും മറ്റു പലവിധ കാരണങ്ങളും കൊണ്ട് ഹൈറേഞ്ചിന്റെ മണ്ണിൽ നിന്നും നെൽകൃഷി പാടെ പടിയിറങ്ങി തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ പുതിയ തലമുറയ്ക്ക് നെൽകൃഷി എന്നത് മുത്തശ്ശിക്കഥയിലെ ഓർമ്മകൾ മാത്രമാണ്. നെൽകൃഷിയുടെ പ്രാധാന്യം പഠന വിഷയമായി ക്ലാസ് മുറിയിലെത്തിയപ്പോഴാണ് ഇടുക്കി ഇടിഞ്ഞമല സർക്കാർ LP സ്കൂളിലെ കൂട്ടുകാർ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. ഇതോടെ സിലബസ് കൊണ്ട് മാത്രം കൃഷിരീതികൾ കുട്ടികളെ പഠിപ്പിക്കുവാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ അധ്യാപകർ ഒടുവിൽ കുട്ടികൾക്കായി നെൽകൃഷി തന്നെ ആരംഭിച്ചു. പാടമൊരുക്കി വിത്തിട്ടത് മുതൽ വിളവെടുപ്പ് വരെ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പാക്കി. നെൽകൃഷിയെ സംബന്ധിച്ച് വലിയ സംശയങ്ങളാണ് കുട്ടികൾക്കുണ്ടായിരുന്നത്. കുട്ടികളുടെ ഈ സംശയം ദൂരീകരിക്കുന്നതിനും നെൽകൃഷി അവർക്ക് നേരിട്ട് പരിചയപ്പെടുന്നതിനും അനുഭവവേദ്യമാക്കുന്നതിനും വേണ്ടി ഞങ്ങൾ ഈ വർഷം ഒരു നെൽകൃഷിയാണ് പുതിയ ഒരു പ്രവർത്തനമായി ഏറ്റെടുത്തത്. എല്ലാ പ്രവർത്തനത്തിലും കുട്ടികളും പങ്കാളികളായി എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാന സവിശേഷത. തരിശു കിടന്ന പാടത്തിറക്കിയ കൃഷി നൂറുമേനി വിളഞ്ഞപ്പോൾ വിളവെടുപ്പ് നാടിന്റെ ഉത്സവമാക്കി കർഷകരും ജനപ്രതിനിധികളും കുരുന്നുകൾക്കൊപ്പം കൂടി. നെൽക്കതിരുകൾ കൊയ്തെടുത്ത് കറ്റയാക്കി കൊണ്ടുവന്ന് കല്ലിൽ തല്ലി മെതിച്ചതും കുരുന്നുകൾ. നെൽകൃഷിയിൽ ഇനി തങ്ങൾക്കൊരു സംശയവുമില്ലെന്ന് കുട്ടികളും പറയുന്നു. ഞങ്ങൾ 10 പറഞ്ഞ പാഠം പഠിച്ചപ്പം നെല്ലിനെ പറ്റി അറിയാനൊക്കെ ഒരാഗ്രഹം തോന്നി. അപ്പം ഞങ്ങൾ സ്കൂളിൽ നിന്ന് തന്നെ നെൽകൃഷി ചെയ്ത് ഇപ്പം കൊയ്യാനും പോവാണ് പാടത്തിൽ. 30 സെന്റോളം സ്ഥലത്ത് നടത്തിയ കൃഷിയിൽ നിന്ന് 150 കിലോയോളം നെല്ല് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. നെല്ലുകുത്തി കിട്ടുന്ന അരി കൊണ്ട് കുട്ടികൾക്ക് തന്നെ ചോറ് വെച്ച് നൽകാനാണ് സ്കൂളിന്റെ തീരുമാനം. അധ്യാപകരുടെയും PTA ഭാരവാഹികളുടെയും കർഷകരുടെയും സഹായത്തോടെയാണ് കുരുന്നുകളുടെ നെൽകൃഷി 100% വിജയത്തിലെത്തിയത്. ഉണ്ണുന്ന ചോറ് മാത്രം കണ്ടാൽ പോരാ, വിളയുന്ന മണ്ണുകൂടി അറിയണം. അതാണ് പഴമക്കാർ പറയുന്നത്. മണ്ണിനെ അറിഞ്ഞു വളരുന്നവൻ മനുഷ്യനെ സ്നേഹിക്കും. ആ പാഠമാണ് ഈ പാടശേഖരത്തിൽ നിന്നും ഈ കുരുന്നുകൾക്ക് പകർന്നു നൽകുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി. അങ്ങനെ കുട്ടികളൊക്കെ കർഷകരായി മാറിയ ഒരു കാഴ്ച.